Hello friends, welcome to Ruchikootu. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയ ബീഫ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Ruchikootuലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതും. അടുത്തത് 2 സവാള, 3 പച്ചമുളക്, 1 തക്കാളി, 12 ചെറിയുള്ളി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഉപ്പ്, ഉണക്കമുളക്, കുരുമുളക്, മല്ലി, പെരിഞ്ചീരകം, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കറിവേപ്പില, മുഴുവൻ മസാല, ഉപ്പ്. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇറച്ചിക്ക് വേണ്ട മസാല നമ്മൾ ആദ്യം റെഡിയാക്കണം. അതിനായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. മല്ലി, കുരുമുളക്, ഉണക്കമുളക്, മുഴുവൻ മസാല, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചൂടായ ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ മസാല എല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഞാനത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ മസാല നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വയ്ക്കാം. ഇപ്പോൾ ഒരു മൺചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് പതുക്കെ ചൂടായി വരുമ്പോൾ കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പം നന്നായി വേഗം വെന്ത് വരും. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ വേഗം വഴറ്റി കിട്ടാൻ നമ്മൾ അടച്ചു വെച്ചത്. അപ്പം അതേപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മസാല കൂട്ട്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മസാല എല്ലാം കൂടെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ബീഫ് കഴുകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നോക്കിയിട്ടാൽ മതി. പിന്നെ വെള്ളം ഓൾറെഡി നമ്മുടെ ബീഫിൽ തന്നെ കുറച്ച് ഇറങ്ങി വരും. അതുകൊണ്ട് ഒരു സ്വല്പം അടുക്കി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം മാത്രം മതി. ഒന്ന് ബീഫ് വേകാനുള്ള. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ടൈമിൽ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണോ എന്നും കൂടെ നമുക്ക് നോക്കാം. അങ്ങനെ മൺചട്ടി തന്നെ നമ്മൾ ഇതിട്ട് വേവിച്ചെടുക്കുമ്പോഴുള്ള ടേസ്റ്റ് വേറെ. നമ്മൾ കുക്കറിലൊന്നും അല്ല ഇത് വേവിക്കുന്നത്. ഞാൻ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കിയതേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഉണ്ടോ, നല്ല തിക്കിതായിട്ട് വന്നിട്ടുണ്ട്. വരട്ടിയെടുത്ത പോലെ ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില, തക്കാളി നീളത്തിലരിഞ്ഞത് ഉരുട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഇതേ തീയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡിയാവും. ഞാനൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഗ്രേവി എല്ലാം വറ്റി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ തന്നെ ഈ റെസിപ്പി ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.